ഹായ്, നമുക്ക് കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്താം. കേരളത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. കർക്കിടക മാസത്തിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൊഴാൻ പുലർച്ചെ മുതൽ നല്ല തിരക്കായിരിക്കും. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലൂടെ ഒഴുകുന്ന പുണ്യനദിയായ തീവ്രാ നദിയിലെ മീനുകളെല്ലാം മീനൂട്ട് നിവേദ്യം ഭുജിക്കുവാനായി തേവരുടെ നടയിൽ ഒത്തുകൂടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് വെടിവഴിപാട്, മീനൂട്ട് തുടങ്ങിയവ. നാലമ്പല ദർശനം നടത്തുമ്പോൾ തൃപ്രയാർ ശ്രീരാമസ്വാമി ദർശനത്തിന് ശേഷം വേണം മറ്റ് ക്ഷേത്രങ്ങളിൽ ദർശനം. ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണപ്പോൾ സമുദ്രത്തിലൂടെ ഒഴുകി നടന്ന ദ്വാരകനാഥൻ ശ്രീകൃഷ്ണൻ്റെ ആരാധന ഏറ്റുവാങ്ങിയ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യ വിശേഷങ്ങളായ 4 വിഗ്രഹങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ അംശമായ ശ്രീരാമനെ തീവ്രാ നദിക്കരയിൽ തൃപ്രയാറിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ്റെ ആരാധന ഏറ്റുവാങ്ങിയ മഹാവിഷ്ണുവിൻ്റെ ശംഖിൻ്റെ അംശമായ ഭരതനെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ കുലീബനി തീർത്ഥക്കരയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കുലീബനി തീർത്ഥത്തിൽ ദിവ്യ നദികളുടെ സാന്നിധ്യമുള്ളതിനാൽ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം പൂർണ്ണമാകണമെങ്കിൽ തീർത്ഥവും കൂത്തമ്പലവും പ്രദക്ഷിണത്തോടൊപ്പം ഉൾപ്പെടുത്തണം. ശ്രീകൃഷ്ണൻ ആരാധന ചെയ്തിരുന്ന മഹാവിഷ്ണുവിൻ്റെ അംശം തന്നെയായ അനന്തനെ, അതായത് ലക്ഷ്മണസ്വാമികളെ എറണാകുളം ജില്ലയിലെ പൂർണ്ണ നദിക്കരയിൽ തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മഹാവിഷ്ണു പൂർണ്ണ നദിക്കരയിൽ ഹരിത മഹർഷിക്ക് ദർശനം നൽകിയിരുന്നതായി പറയപ്പെടുന്നു. ഇവിടെ ശീവേലി കണ്ട് തൊഴാനുള്ള ഭാഗ്യമുണ്ടായി. തിരുമൂഴി കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ശ്രീകൃഷ്ണൻ ആരാധന ചെയ്തിരുന്ന മഹാവിഷ്ണുവിൻ്റെ കയ്യിലെ വിളങ്ങുന്ന സുദർശന ചക്രത്തിൻ്റെ അംശമായ ശത്രുഘ്നനെ പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് മീനുകളെ മീനൂട്ടുവാനുള്ള ഭാഗ്യമുണ്ടായി. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാരം തന്നെയാണ് മീനുകളുടെ രൂപത്തിൽ നാം ഇവിടെ ദർശിക്കുന്നതായി. മീനുകൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ആഹാരം കാണാം. പ്രാചീന മനുഷ്യർ നഷ്ടമായ നന്മ അന്വേഷിച്ചായിരുന്നു തീർത്ഥയാത്രകൾ നടത്തിയിരുന്നത്. ഇന്ന് മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തെറ്റുകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും താൽക്കാലിക മോചനമായി തീർത്ഥയാത്രകളെ കാണുന്നു. ക്ഷേത്രത്തിന് മുൻവശം അതിപുരാതനമായ അരയാൽ വൃക്ഷം പടർന്ന് പന്തലിച്ച് നിൽപ്പുണ്ട്. അരയാൽ കൊമ്പത്ത് ശ്രീകൃഷ്ണൻ എന്നാണല്ലോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൂന സൗരഭം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ നന്ദി, നമസ്കാരം.